നമസ്കാരം. ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ ശുക്രനിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നതുമാകുന്നു. പലപ്പോഴും രാജയോഗത്തിന്റെ രൂപീകരണം പോലും ശുക്രന്റെ മാറ്റത്തോടെ കൂടുതൽ ഗുണകരമായി തീരുന്നു അഥവാ മാറുന്നു എന്ന് തന്നെ പറയാം. ശുക്രൻ നിശ്ചിത സമയത്ത് രാശി മാറുകയും അതിന്റെ ഫലം പല രാശിക്കാരിലും അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ശുക്രന്റെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 18 സെപ്റ്റംബർ 18 സംഭവിക്കുന്ന ശുക്രന്റെ മാറ്റം പലപ്പോഴും തുലാം രാശിയിലാണ് സംഭവിക്കുക. അതിനാൽ തന്നെ ഇതിന്റെ ഫലമായി മാളവ്യ രാജയോഗം രൂപാന്തരം കൊള്ളുന്നു എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ രൂപാന്തരം കൊള്ളുന്ന മാളവ്യ രാജയോഗം ചില രാശിക്കാരിൽ ഫലപ്രദമായ ചില കാര്യങ്ങൾ അഥവാ ഗുണപ്രദമായ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഏതെല്ലാം ഭാഗ്യമായ അഥവാ ഭാഗ്യകരമായ ഫലങ്ങൾ ഈ രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം മാളവ്യ രാജയോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇവർക്ക് പ്രധാനമായും സമ്പൽ സമൃദ്ധി ഐശ്വര്യം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അനുകൂലമാവുക, ബിസിനസ് തൊഴിൽ രംഗത്ത് അനുകൂലങ്ങൾ കൊണ്ടുവരിക, ആനുകൂല്യമായ കാര്യങ്ങൾ സംഭവിക്കുക, സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരിക, അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നതാകുന്നു. അതിനാൽ മാളവ്യ രാജയോഗവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മേടം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കാനായി പോകുന്നത്. മാളവ്യ രാജയോഗം ഇതിന്റെ ഫലമായി രൂപം കൊള്ളുന്നതുമാകുന്നു. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കും. നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സിലും ജോലിയിലും പ്രതീക്ഷിക്കാതെ തന്നെ പലവിധ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ജോലിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നേറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്ന വസ്തുക്കൾ, സമ്മാനങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പലവിധ തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മംഗല്യ യോഗവും ഈ സമയം കാണുന്നു എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. വാഹന നേട്ടങ്ങൾ, സ്വത്ത് സമ്പാദനം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലഗ്നത്തിലാണ് മാളവ്യ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. ശുക്രൻ ഇതേ രാശിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പോസിറ്റീവായ പല കാര്യങ്ങളും, പോസിറ്റീവായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മുടങ്ങിക്കിടക്കുന്നതായ ജോലികൾ അത് പൂർത്തീകരിക്കുകയോ അത് അനുകൂലമാക്കി തീർക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് പല അനുകൂലമായ മാറ്റങ്ങളും അനുകൂലമായ ചിന്തകളും മനസ്സിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാത്തതായ സമയത്ത് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ചകൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. വിജയങ്ങൾ
അത് പല മേഖലകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പണം നിക്ഷേപിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന കാര്യത്തിലും നിങ്ങൾക്ക് സംശയം വേണ്ട. കാരണം ഏറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, ജോലികൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനോ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനോ സാധിക്കും. എന്നാൽ എപ്പോഴും ഒരു വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല. സ്വയം ബോധ്യം വന്നതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും കുടുംബദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ധനുരാശിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുവാൻ അല്ലെങ്കിൽ തേടിയെത്തുന്നതായ രാശി. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാളവ്യ രാജയോഗത്തിന്റെ ഏറ്റവും മികച്ചതായ അഥവാ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തേടിയെത്തുന്നവരാണ് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടും അറിഞ്ഞിരിക്കേണ്ടതായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് എന്ന് പറയാം. കാരണം ധനുരാശിക്കാർക്ക് ഈ സമയം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. ചില വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ട്. മറ്റുള്ളവർ തങ്ങളെക്കാൾ, അതായത് നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് താഴെയുള്ള വ്യക്തികൾ പോലും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുകയും എന്നാൽ നിങ്ങൾക്ക് അത് സാധിക്കാത്തതായ അവസ്ഥ, പലപ്പോഴും മുരടിച്ചു പോകുന്നതായ അവസ്ഥ, ഒരു കാര്യവും ചെയ്യുവാൻ ശരിയായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മികച്ചതായ രീതിയിൽ തന്നെ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളെ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം നിലനിർത്തുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി ലഭിക്കുന്നതായ സമയം. കൂടാതെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുവാൻ, വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. പണത്തിനായി ആരോടും കൈനീട്ടേണ്ടതായി വരില്ല, അഥവാ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് സംതൃപ്തി, സമാധാനം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ അപ്രതീക്ഷിതം തന്നെയായിരിക്കും. പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. രാജയോഗം തന്നെയാണ് ഇവർക്ക് ഫലത്തിൽ വന്നു ചേരുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രതികൂലമാണ് എങ്കിൽ പോലും അത് അനുകൂലമാക്കി തീർത്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. ജീവിതത്തിൽ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ചില വ്യക്തികൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പോലും നിങ്ങൾക്ക് അതാരാണ്, അവരുടെ ഉദ്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, താൽക്കാലികമായ ജോലിയാണ് എങ്കിൽ പോലും അതിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ വളരെ അനുകൂലമായി ഭവിക്കുന്നതായ സമയം. ഈ സമയം അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. വന്നു ചേരുന്നതായ അവസരം അത് ഈശ്വര കടാക്ഷത്താൽ വന്ന് ഭവിക്കുന്നതാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും അടുത്തുള്ള ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുടുംബദേവതയെ കൂടി നിത്യവും ഭജിക്കുകയും ചെയ്താൽ ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ കൂടുതൽ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം.